രാജ്യത്ത് വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടുകളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത്. കൊച്ചിയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ രൂക്ഷമായ ആരോപണം ഉയർത്തി കുട്ടിയുടെ കുടുംബം. മരിച്ച മിഹിർ മുഹമ്മദ് കടുത്ത ശാരീരിക പീഡനത്തിനും വർണ്ണവിവേചനത്തിനും ഇരയായെന്നാണ് കുട്ടിയുടെ അമ്മാവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ റാഗിംഗ് ആരോപണം സാധൂകരിക്കുന്ന ഒരു തെളിവുകളും കിട്ടിയിട്ടില്ല എന്നാണ് കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ടോയ്ലറ്റിൽ ക്ലോസറ്റ് ചെയ്യിപ്പിക്കും. അതേപോലെ ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്ക് തല ഇട്ടിട്ട് അത് ഫ്ലഷ് ചെയ്യും. പിന്നെ ഫിസിക്കലി അസാൾട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിറത്തിന്റെ പേരിലുള്ള നിരന്തരമായ പരിഹാസം, സ്കൂളിന്റെ ശുചിമുറിയിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം, അങ്ങനെ തുടർച്ചയായി മാനസിക ശാരീരിക പീഡനം ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ മിഹിർ മുഹമ്മദ് നേരിട്ടിരുന്ന ഗൗരവമുള്ള അറിവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന ചില ചർച്ചകളുടെ സ്ക്രീൻഷോട്ടുകളും ചേർത്താണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തൃക്കാക്കര എസി നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതിന് ഇപ്പൊ ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഞാൻ മോസ്റ്റ്ലി കൊല്ലം തന്നെ ജനിച്ചത്. And I had like very normal friends who were not comfortable talking about all these sensitive topics. That doesn't mean ഞാൻ ബാക്കിയുള്ള മനുഷ്യർ അല്ലായിരുന്നു. ഞാൻ പല തരത്തിലുള്ള നിങ്ങൾ നോക്കുമ്പോൾ കളിയാക്കുന്ന പല റേസിലോ ജെൻഡറിലോ സെക്ഷുവാലിറ്റിയിലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മറ്റുള്ളവർക്ക് കളിയാക്കപ്പെടാം എന്ന തരത്തിലുള്ള പല മനുഷ്യന്മാരെയും കണ്ട് അതിനിടയിൽ ജീവിച്ചൊരു മനുഷ്യനുണ്ടാകും. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കൊല്ലത്തെവിടെയും ജീവിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഒരു മനുഷ്യനെ കളിയാക്കാനോ വേദിപ്പിക്കാനോ ഒരു തരത്തിലുള്ള മനുഷ്യനെ ഞാൻ പോയിട്ടില്ല. ഐ സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. Then I see 15 വയസ്സുള്ള കുട്ടികളാണെങ്കിലും മറ്റുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുമ്പോൾ then people have this explanation of അവർ കുട്ടികളല്ലേ ഇപ്പൊ ബുള്ളി ചെയ്യുന്നത് അവർക്കൊന്നും അറിയാത്തത് കൊണ്ടല്ലേ. ഞാൻ 15 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ബോധമുണ്ടായിരുന്നു മറ്റുള്ള മനുഷ്യന്മാരെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന്. അത് 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ബോധം ഇല്ലെങ്കിൽ അത് പ്രോബ്ലമാണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്വന്തമായിട്ടോ പാരന്റ്സിനോ ടീച്ചേഴ്സിനോ പറ്റുന്നില്ലെങ്കിൽ യു ആർ എ ഫെയിലിയർ ആസ് എ പാരന്റ് ഓർ എ ടീച്ചർ.